ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഒരു ടോക്കിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വന്നിരിക്കുന്നു. സങ്കീർത്തനം 23. ദ ലോർഡ് ഈസ് മൈ ഷെപ്പർഡ് ആൻഡ് ഐ ഷാൽ നോട്ട് വാണ്ട്. കർത്താവിൻ്റെ ഇടയനായതുകൊണ്ട് എനിക്കൊരു മുട്ടുണ്ടാകുകയില്ല. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നു, ദ ലോർഡ് ഈസ് മൈ ഷെപ്പർഡ് ആൻഡ് ഐ ഹാവ് എവറിത്തിങ് ഐ നീഡ്. എനിക്ക് ആവശ്യമുള്ള ഒക്കെ ഉണ്ട്. ദൈവം എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് ഓൾറെഡി ദെയർ. ആ പ്രൊവിഷൻ ഈസ് ഓൾറെഡി അവൈലബിൾ. പക്ഷേ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയുള്ള ആദ്യമാണ് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്നത്. തലേ ദിവസത്തെ പാസ്റ്റിൻ്റെ റിഗ്രറ്റ്സും ഫ്യൂച്ചറിലെ ആങ്ഷ്യസ്നെസ് ഇത് നമ്മളെ എങ്ങും എത്തിക്കുന്നില്ല. ഇന്നത്തെ ദിവസം ഇന്ന് ജീവിക്കാനായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ തന്നേക്കുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് എന്തുകൊണ്ട് ഇന്നത്തെ ദിവസം സന്തോഷിക്കാൻ പറ്റുന്നില്ല? കാരണം നമ്മളൊന്നില്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പരാജയങ്ങളിൽ അല്ലെങ്കിൽ തോൽവികൾ അല്ലെങ്കിൽ ആങ്ഷ്യസ് ഈ പറഞ്ഞ നമ്മൾ മുറിവേറ്റിയ സംസാരങ്ങൾ, വ്യക്തികൾ, ഇതൊക്കെ നമ്മൾ ഹൃദയത്തിൽ തന്നെ സൂക്ഷിച്ചു വെക്കുകയും നമ്മൾ അടുത്ത ദിവസത്തുള്ള ആങ്ഷ്യസ്നെസ്സും കൂടി ചേർക്കുകയും ചെയ്യുമ്പോൾ ടോട്ടൽ ക്യാവസാണ്, കൺഫ്യൂഷനാണ്. ഇത് വെച്ചിട്ട് നമുക്കൊന്നും ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. ദൈവം അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ല നമ്മളെ കൊണ്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് നമ്മളെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്, പിന്നെ പൂഴിയിൽ നിന്ന് മണ്ണെടുത്തപ്പോൾ ഹ്യൂമസ് പ്ലസ് മാൻ ഇസ് എ സ്പിരിറ്റ്. അപ്പോൾ ആ മണ്ണും സ്പിരിറ്റും കൂടി ചേർന്നപ്പോഴാണ് ഹ്യൂമൻ ആയത്. ഹ്യൂമസ് പ്ലസ് മാൻ ഹ്യൂമൻ. അതിനുശേഷം നമ്മൾ പറയുന്നതാണ് ഹ്യൂമൻ ബീയിങ്. അത് മനുഷ്യൻ പറയുന്ന ഒരു ടേമാണ്. ഹ്യൂമൻ ബീയിങ് മീൻസ് ടു ബി ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. ഇപ്പോൾ ജീവിക്കേണ്ടതാണ് നമ്മളുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഈ ഒരു മണിക്കൂറിൽ എത്ര പേർക്ക് ജീവിക്കാൻ പറ്റും? നമ്മൾ ഓരോരുത്തരും അടുത്ത മണിക്കൂറിലേക്കാണ് ചിന്തിക്കുന്നത്. അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അത് ആകുലതയുടെ ചിന്തകളാണെങ്കിൽ അത് ദൈവത്തിൻ്റെതല്ല. അപ്പോൾ അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യണം. പക്ഷേ ആ പ്ലാനൊക്കെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവമാണ് ആ പ്ലാൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു തരുന്നത്. ദൈവത്തിന് ഹിതം അനുസരിച്ചാണെങ്കിൽ അത് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു തരും. കമ്മിറ്റ് യുവർ പ്ലാൻസ് ടു ദ ലോർഡ് ആൻഡ് ഹി വിൽ എസ്റ്റാബ്ലിഷ് യുവർ പ്ലാൻസ് എന്ന് പറഞ്ഞത്. കമ്മിറ്റ് യുവർ വേസ് ടു ദ ലോർഡ്, ഹി വിൽ എസ്റ്റാബ്ലിഷ് യുവർ പ്ലാൻസ്. അപ്പോൾ ഇത് കർത്താവിൻ്റെ ഇടയനായതുകൊണ്ട് വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത് ഞാൻ ഒട്ടും കുറഞ്ഞു പോവുകയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഉയർച്ച ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ നന്മ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ നന്മയിൽ നിന്ന് ഒരു നന്മ കുറയാതെ അടുത്ത നന്മയെ നമ്മളിലേക്ക് എഡിഷൻ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ആരാധനയ്ക്ക് യോഗ്യം തന്നെ നമ്മൾ പറയുന്നത്. കാരണം ഒരു മനുഷ്യനും പോലും ഇത് വിചാരിക്കാത്ത കാര്യങ്ങളാണ് ദൈവം നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്നത്. ആ അത്ഭുതങ്ങൾ നമുക്ക് ഡെയിലി ഓരോ മണിക്കൂർ കാണാൻ പറ്റും. അപ്പോൾ കർത്താവ് എൻ്റെ ഇടയനാണെന്ന് ഞാൻ പറയുമ്പോൾ, നിങ്ങളുടെ ഇടയനാണ് നിങ്ങൾ വായ കൊണ്ട് പറയുമ്പോൾ, വിശ്വസിക്കുമ്പോൾ കർത്താവ് തന്നെ നിങ്ങളെ ഓരോ വഴികളിൽ നടത്തും, നയിക്കും. ഗോഡ് ബ്ലെസ് യു വിത്ത് ദിസ് ഷോർട്ട് ടോക്ക്. ഗോഡ് ബ്ലെസ് യു.